ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം. കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല. ഈ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാനാണ് ഇതിലുള്ള എല്ലാ കുക്കിംഗ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്ത് എൻ്റെ മദറിൻലായാണ്, ഹസ്സിൻ്റെ അമ്മയാണ്. നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും സീരിയസ്ലി. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് ആ റെസിപ്പി വെജ് ബിരിയാണിയാണ്. പക്ഷേ ആ റൈസ് മറ്റേ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അതല്ല, വീട്ടിലുണ്ടാക്കുന്ന റൈസായിരുന്നു. ഞാൻ അമ്മയോട് നേരത്തെ ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അത് ഓർത്ത് വെച്ചാൽ അതങ്ങ് മറന്നു പോകും. അതിനേക്കാളും നല്ലത് എന്താ, ഇതുപോലെ വീഡിയോ എടുത്ത് വെച്ച് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, എനിക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ വീട്ടിൽ പോവാം. അമ്മ എല്ലാം റെഡിയായാ? ഞങ്ങൾക്ക് വരാവോ? ഞങ്ങൾ വരുന്നേ, ഞങ്ങൾ വരുന്നേ, ഞങ്ങൾ വരുന്നേ. Of course you can. அந்த நெய் டப்பாவை இந்த எடுத்து வை. இந்த இடத்துல നമ്മൾ നെയ്യ് ഒഴിച്ച് ചെയ്തെന്ന് പറയാം. ഓക്കെ. ഓരെടുത്തിട്ട് ബാക്കി കുഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയാവോ? കുഞ്ഞു എന്റെ മുഖം എടുക്കരുത്. സത്യമായി എടുക്കൂല. നീ പറ. ഞാൻ പറയാം. നല്ല കട്ടി ഫ്രിഡ്ജിൻ്റെ അതിരുന്നല്ലേ. ഞാൻ വല്ലപ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴേ ഇവന് നെയ്യ് ചേർത്ത് കൊടുക്കും, ഡൈജഷന് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട്. അതന്നെ ഞാൻ അവിടെ വെച്ചിട്ട്, അവിടെ കിട്ടില്ലല്ലോ നെയ്യ് നല്ലത്, അപ്പം അതിന് വേണ്ടി അവിടെ വെച്ച് വാങ്ങിയത്. പിന്നെ ഇങ്ങനെ എടുത്തിട്ട് നല്ലതാണോ? അഡ്വർടൈസ്മെൻറ്റാ, മറ്റേ സെൻസുഡൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോലെ. നാട്ടുകാർക്ക് മൊത്തവും സെൻസുഡൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അമ്മ. ഇപ്പോൾ ഉദയ ഇതല്ല ചെയ്യണേ, കുക്കറിലല്ലേ ചെയ്യണേ. ഒന്നും കുഴപ്പമില്ല. അതെ അമ്മ ചെയ്യേ, ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇരുന്ന് ആഡിയോ ചെയ്യും, അത്ര തന്നെ. എന്തോ അമ്മ ഇടുന്നേ? ഗരം മസാല. എണ്ണ ഒഴിച്ച് ഗരം മസാല ഇട്ട്, ഓക്കെ, ഉള്ളി ഇട്ട് ഏത് നോക്കുന്നു. നീ ഒഴിച്ചാ എടുത്തില്ലേ? അത് കാണണ്ട ചുമ്മാ. എന്താണ് അച്ഛാമ്മയുടെ ബുദ്ധി? നീ ചെയ്തല്ലോ അമ്മ. അല്ല, നീ എടുക്കുമ്പോ നെയ്യ് ഒഴിച്ചത് പറയുമ്പോ അപ്പൊ നെയ്യ് ഒഴിച്ചത് കാണിക്കണ്ടേ? അത് ആദ്യം അമ്മ നെയ്യ് ഇട്ടത് കണ്ടു, ജീടി എടുത്തു. ഉപ്പ് തേടി പോണ പൊടിയുപ്പ്, കല്ലുപ്പ്. ഓക്കെ, എൻ്റെ ഈ സൂപ്പർ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഫ്യൂച്ചറിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാൻ. അല്ലാതെ ഇപ്പം പറഞ്ഞിട്ട് അതങ്ങനെ മൈൻഡിൽ കയറ്റി വയ്ക്കും, അതപ്പം മറന്നു പോകും. ഇതാവുമ്പോൾ വീഡിയോ ഇരുന്ന് യൂസ്ഫുൾ ആവും. ഓ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾറെഡി റെഡിയാണ്. ഇത് ഇടുന്നാ? ഇതെന്ത് ചെയ്തെന്ന് പറയണം? മീൻ വക്കൽ. ഇനി എന്ത് ചെയ്തേ? വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ എത്ര നേരം ഇട്ടുന്നേ? ഒരു 10 minutes. 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ. ഓക്കെ, അടുത്ത സംഭവങ്ങളിടുന്നു. ഇതെല്ലാം ചെയ്ത് ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി. കൈ വേദനിക്കുന്നു, അവനെയും പിടിച്ചിട്ട് കൈ വേദനിക്കുന്നു.
അവനെ നിർത്താനും പറ്റില്ല. അവൻ നിർത്തിയത് എവിടെയെങ്കിലും സാധനങ്ങളൊക്കെ പറന്നു പോകും. മറുപടി മറുപടി ഓക്കെ ഡൺ. എന്തോ നമ്മ ഇട്ടേ? ഓക്കെ, ഇവിടെ വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നല്ല വെട്ടമുണ്ട് ഇവിടെ. അയ്യോ, ഇവനെ വച്ചിട്ടൊക്കെ എനിക്ക് പാട്. അയ്യോ വേണ്ട, അവിടെ ഇരിക്കുന്ന എല്ലാത്തിനും എടുക്കും. ഓ, അത് മറ്റേ പിടിച്ചിട്ട് നിൽക്കുന്നല്ലേ കുടം. ഇതിനെയാ ഞാൻ വെച്ച് ഇവനെ പിടിച്ചിരുത്തുന്ന കാര്യമുള്ളത്. വെളുത്തുള്ളി അല്ലേ അമ്മയിട്ടെ? ഇഞ്ചി വിട്ടാ? ഓക്കെ ഓക്കെ. ക്യാരറ്റ്, ബീൻസ്. ഓക്കെ, ക്യാരറ്റും ബീൻസും. അമ്മ ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നമ്മ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇഞ്ചിയും പൂണ്ടും ഇടുമ്പോഴാണ് അടിയിൽ കൊടുത്തത്. ആന്ന് മറ്റേലും കൊടുത്തില്ല. മറ്റേ പട്ടാണ് അതും കൂടെ ഇടട്ടാ. മുളകട്ടിയ പട്ടാണി എന്ന് പറയാതെ വീഡിയോയില് കാണോ? ഇരിക്കട്ടെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണ്ടേ? കൊള്ളാവോ? സൗണ്ട് ആയിരിക്കില്ലേ അമ്മ? വേണ്ട, ഇതും ഇതിൻ്റെ കൂടെ ഇരുന്നോ? വെള്ളച്ചാറ് കളഞ്ഞിട്ട്. എന്നാലും വെള്ളമുണ്ടല്ലോ. നല്ലത് നോക്കളെ. അമ്മ ഇത് പ്രോട്ടീൻ ഉണ്ട് അമ്മ ഇതില്. ഒത്തിരി കഴിക്കല്ല. അത്രേ കിട്ടും. പറക്കി മാറ്റി വയ്ക്കാം. എത്ര മുളക് പൊടി? ശരിയാ, മല്ലി വേണോ? നെയ്യ് വേറെ ഡാൽഡ. എന്തോ ഡിഫറൻസ്? അതെന്താ രണ്ടു അവിടെ അടിക്കാതെടാ. രണ്ടും ഒന്നല്ല മക്കളെ. എന്താണെന്ന് അറിയണല്ലോ. ചോദിച്ചു നോക്കാം. ഗൂഗിൾ ഇരിക്കുകയല്ലേ? എന്നെ ഒഴിച്ച് ശക്തിയായിട്ടോ. എടാ വീഡിയോ കണ്ട് വൈബ്രേറ്റ് ആവുന്നടാ. എന്താണ് എന്തോ ഉച്ചയ്ക്കുള്ള ഫുഡിനാണോ എന്തോ? നേരത്തെ കൊടുത്തില്ലേ ഒന്ന് കാപ്പി? അരി എങ്ങനെ? ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ്. ഓക്കെ.
എത്ര പേർക്ക്? 1 2 3 പേർക്കല്ലേ? 4 പേർക്കാ? വീട്ടിൽ 3 പേർ, 4 പേരുണ്ടല്ലേ? അയ്യോ. അപ്പോൾ എത്ര ഗ്ലാസ് ഇട്ട് 4 പേർക്ക്? ഓക്കെ. 1/2 കിലോ. 1/2 കിലോ അരച്ചിട്ട് 1 കിലോ വെള്ളം. 1 കിലോ വെള്ളമോ? ഒന്നിനൊന്ന്. ശരി ശരി. 1 ഗ്ലാസ് അരിയെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. ഗ്യാസ് ഓഫാ? ഇല്ല. സ്ലോ. എന്നിട്ട് ഇതിനെ നല്ല ഒരു കിണ്ടി കൊടുക്കണം. ആ നെയ്യും എണ്ണയും ഈ അപ്പഴ് അരി എന്തിനാവില്ല, ഒട്ടി പിടിക്കില്ല. ഒട്ടി പിടിക്കില്ല, കുഴയില്ല. ഇങ്ങനെ വശക്കല്ലേ? ഇനി വെള്ളം. ഇനി വെള്ളം. നമ്മളതിൽ 1/2 കിലോ അരി ഇട്ടാ ഇതിൽ 2. മാ ചെമ്പൊന്ന് കാണിച്ചേ. ഓക്കെ. ഇത് അരി കുറച്ച് കൂടെ ഉള്ളതുകൊണ്ട് വേറെ വെള്ളം കൂടെ. ഓക്കെ. ലാസ്റ്റാണോ മഞ്ഞപ്പൊടി? മഞ്ഞപ്പൊടി ഇടാം. മറ്റേ മല്ലിപ്പൊടി മുളക് പൊടി മേശക്കുമ്പോൾ ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. നമുക്ക് ഇത് തന്നല്ലോ, ബിരിയാണി തന്നല്ലോ, കറിയല്ലേ? ചടീനെ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമല്ല. ഇനി തിളയ്ക്കണോ? തിളക്കണ്ട. കുറച്ചും കൂടെ ഉപ്പിടാം. ഇതാവുന്നേ. സെറ്റ്. ഇടയ്ക്ക് മറന്നുപോയി. കുഞ്ഞുവിൻ്റെ ഫുഡ് റെഡി 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 റെഡി. ഓക്കെ. നോക്ക്, സൂപ്പർ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ? അത് ഉള്ളി, തക്കാളി, ഉള്ളി, മാങ്ങ, ക്യാരറ്റ്, ഇത് മല്ലിയല്ല. അടി പിടിച്ചില്ല വേണ്ട. അരി ഇതിലിട്ട് ഒരു അടി പിടിക്കൂല, ഒട്ടുമില്ല. നല്ല സെപ്പറേറ്റ് ആക്കിയിട്ട് ചൂട് ചൂടുമ്പോൾ അവിടെ കുക്ക് റെഡി. ഇച്ചിരി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മുട്ട, ഫുഡ് സെറ്റ്. നല്ല അടിപൊളി ഹെൽത്തി ഫുഡ്. ഫുഡ് സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റ്.
കുറച്ച് വെച്ചതുപോലെ ഒരു ഫീല്, കുറച്ചേ ഉള്ളതുപോലെ ഒരു ഫീല്. അയ്യോ അടിപൊളിയായിരുന്നല്ലോ. സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയില്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് കറക്റ്റ് അളവിലുള്ള സ്പൈസും ഉപ്പൊക്കെ ഇട്ട് ട്രൈ ചെയ്താൽ വേറെ ലെവൽ. എനിക്ക് ഞാനൊക്കെ ആദ്യം ബിരിയാണി ഹേറ്ററായിരുന്നു, ബിരിയാണി ഒന്നും ഇഷ്ടമേ ഇല്ല. എപ്പോഴും വിചാരിക്കും എന്തിനാ ഇവരൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നടക്കുന്നതെന്ന്. അപ്പം ഇത് കഴിച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ. ആൻഡ് ഞങ്ങളുടെ ലൊക്കേഷൻ തഞ്ചാവൂരാണ്, അപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽ ആണ് ആ ഫുഡ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.